മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് സംസ്ഥാന ബജറ്റിൽ വ്യക്തമായ പുതിയ പ്രഖ്യാപനങ്ങളില്ലാത്തത് നിരാശയ്ക്ക് ഇടയാക്കി. ലോകോത്തര പൈതൃക ടൂറിസം കേന്ദ്രമാക്കുമെന്ന് ആവർത്തിച്ച പ്രഖ്യാപനങ്ങൾക്കിടയിലും ഇത്തവണയും പുതിയ പദ്ധതികളോ പ്രത്യേക ധനവിനിയോഗമോ ഇല്ലെന്നതാണ് പ്രധാന വിമർശനം. പുരാവസ്തു വകുപ്പ് മന്ത്രി കൂടിയായ OJ ജിനീഷിന്റെ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന മുസിരീസ് പൈതൃക പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ച് സംസ്ഥാന ബജറ്റിൽ വ്യക്തമായ പുതിയ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തത് വിമർശന വിധേയമാവുകയാണ്. കൊടുങ്ങല്ലൂർ, പറവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ലോകോത്തര പൈതൃക ടൂറിസം കേന്ദ്രമാക്കുമെന്ന മുൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണയും അതിന് ആവശ്യമായ പുതിയ പദ്ധതികളോ പ്രത്യേക ധനവിനിയോഗമോ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ബജറ്റിൽ 14 കോടി രൂപയായിരുന്ന വകയിരുത്തൽ ഈ വർഷം 19 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രധാനമായും നിലവിലുള്ള പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനും പരിസ്ഥിതി സൗഹൃദ ടൂറിസം വികസന പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിക്കപ്പെടുന്നത്. പുതിയ വികസന പദ്ധതികൾക്ക് പ്രത്യേക ഫണ്ടിംഗ് ഇല്ലെന്നതാണ് വിമർശനം. സുഗന്ധവ്യഞ്ജനപാത, റിവർ ക്രൂയിസ് പൈതൃക പദ്ധതി, മാളക്കടവ് പുനരുദ്ധാരണം തുടങ്ങിയ നിർണായക പദ്ധതികൾക്ക് ഇത്തവണയും ധനവിനിയോഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാകാത്തതാണ് പദ്ധതികളുടെ മെല്ലെപ്പോക്കിനും കാലതാമസത്തിനും ഇടയാക്കുമെന്ന വിമർശനത്തിന്റെ പ്രധാന ഹേതു. ശതകോടികൾ ചെലവഴിച്ചാരംഭിച്ച മുസിരീസ് പൈതൃക പദ്ധതി കൊടുങ്ങല്ലൂർ, പറവൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നതാണ്. എന്നാൽ 2021 മുതൽ പുതിയ പദ്ധതികളുടെ അഭാവവും നിലവിലുള്ള പ്രവർത്തനങ്ങളുടെ മന്ദഗതിയും പദ്ധതിയുടെ പുരോഗതിയെ ബാധിച്ചതായാണ് വിലയിരുത്തൽ. മീഡിയ ടൈം, മാള.